ചെയ്തിരുന്നു. എന്റെ യുവാക്കളെ, അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അതന്നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. നീ നിന്റെ ചുണ്ടിൽ വെച്ചിട്ട് വലിക്കുന്ന ഈ പുകയിലയുണ്ടല്ലോ, അതെങ്ങനെയാണ്, അതിന്റെ അവസ്ഥ എന്തെന്ന് നിനക്കറിയണ്ടേ? ഒന്ന് ശ്രദ്ധിക്കുക. രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു ഇബ്ലീസിനോട്, ചരിത്രം നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിനോട് പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ. എന്റെ യുവാക്കളെ ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാൻ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചിട്ട് ആ ഉപ്പയ്ക്കൊന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനാരോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ഉപ്പയ്ക്ക് സുജൂദ് ചെയ്യാൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഞാൻ സുജൂദ് ചെയ്യുകയോ, അവന്റെ അഹങ്കാരം. രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇറങ്ങടോ പുറത്ത്. പടച്ച തമ്പുരാൻ ഇബ്ലീസിനെ ആട്ടിപ്പായിച്ചു. അതന്നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്റെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്താൻ അന്ന് പേടിച്ച് മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുകയില മുളച്ചതും എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു ഇറങ്ങടോ പുറത്ത്, ഇറങ്ങടോ പുറത്തെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആട്ടുമ്പോൾ അവൻ പെട്ടെന്ന് മൂത്രമൊഴിച്ചു പോയി. ആ ഇബ്ലീസ് മൂത്രമൊഴിച്ച സ്ഥാനത്ത് നിന്നും മുളച്ചു വന്നതാണ് ബീഡിപ്പുകയില. അത് വെച്ചിട്ടാ നമ്മുടെ ചുണ്ടുകളെ ചുരുട്ടി വെച്ചിട്ട് വലിച്ചു വിടുന്നത് സഹോദരാ. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ശൈത്താന്റെ മൂത്രം തീർന്നു പോയാലും നീ വീടി കിട്ടാതോട്ടമാ പിന്നന്ന്. ശൈത്താൻ മൂത്രം ഒഴിച്ച സ്ഥാനത്ത് നിന്നിട്ടാണ് ഈ ബീഡി പുകയില ഇങ്ങനെ മുളച്ചു വന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ യുവാക്കൾ എന്ത് ചെയ്യുന്നത്? എന്തൊരു അന്തസ്സല്ലേ സിഗരറ്റ്, ബീഡി. എന്റെ യുവാക്കളെ, ഇബ്ലീസിന്റെ മൂത്രം വീണ ആ പുകയില വെച്ചിട്ട് നീ അന്തസ്സ് കൊള്ളുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ കിട്ടാൻ ആഗ്രഹമുള്ളവനല്ലേ? അല്ലാഹു കാക്കട്ടെ. നാളെ രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ നീ ചെല്ലുമ്പോൾ പടച്ച തമ്പുരാൻ നിന്നോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സഹോദരാ, എന്താണ് നീ മറുപടി പറയുക? നിനക്ക് ഞാൻ ഇതിലുള്ള അറിവ് തന്നു, ഇത് തെറ്റാണെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. ഈ പുകയില ഉപയോഗിക്കൽ തെറ്റാണെന്നുള്ള ബോധം ആർക്കാണില്ലാത്തത്? പഠിച്ചിട്ട് കാര്യമുണ്ടോ? നഗരമുണ്ടായിട്ട് കാര്യമുണ്ടോ? പക്ഷേ അനുസരിക്കാൻ തയ്യാറല്ല. ബസ് യാത്രയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല, ഗവൺമെന്റിന്റെ നിയമം. കാരണം അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരുപക്ഷെ കാശ് പോകണമെങ്കിലോ തയ്യാറല്ല. പക്ഷേ രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പന അംഗീകരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറല്ല. നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ? പഠിച്ചിട്ട് അതുകൊണ്ടെന്ത് നീ അമൽ ചെയ്തടോ? ധനമെങ്ങനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏത് മാർഗമേലാണ് ചെലവ് നീ ചെയ്തതും? നിനക്ക് ഞാൻ സമ്പത്ത് തന്നു, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സമ്പത്ത് നിനക്ക് ഞാൻ തന്നു, നിന്റെ ആരോഗ്യം കൊണ്ട് നീ നേടിയെടുത്തതാണോ സമ്പത്ത്? അല്ല. നിന്റെ ആരോഗ്യം കൊണ്ട് നേടിയെടുത്തതാണോ? ഒരിക്കലുമല്ല. അങ്ങനെ നീ